നമസ്കാരം സുഹൃത്തുക്കളെ. സ്വതന്ത്ര ഇന്ത്യയിൽ വിപ്ലവത്തിലൂടെ ഭരണകൂടത്തെ താഴെയിറക്കി ഭരണം പിടിച്ചെടുക്കാൻ CPI നടത്തിയ വിപ്ലവരേഖയുടെ പേരെന്താണ്? റണഡിനെ വിപ്ലവരേഖ. ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന തുടക്കമായി കണക്കാക്കപ്പെടുന്ന 1967 നക്സൽബാരി അപ്രൈസിംഗിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന പ്രസ്ഥാനം ഏത്? CPI അല്ല, CPIM ആണ്. 1924 ജയിലിൽ കഴിയുമ്പോൾ ശിക്ഷയിൽ ഇളവ് ലഭിച്ചാൽ ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര്? സ്വതന്ത്ര ഇന്ത്യ 2 അല്ല 16 വിഭജിക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഏത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തൃപ്രയാറിൽ ദേശീയ പതാകയ്ക്ക് പകരം കരിങ്കൊടി ഉയർത്തുന്നതിനിടെ പോലീസ് നടപടി കൊല്ലപ്പെട്ടതാര്? സർദാർ ഗോപാലകൃഷ്ണൻ. ആള് കേരളത്തിലെ CPIയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ജെൻസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. പൊതുവെ ഇവരെ പറ്റി തെറ്റായ ഒരു ധാരണയുണ്ട്. ഇവർക്ക് വലിയ രാഷ്ട്രീയ അറിവൊന്നുമില്ല, രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ് ഈ കൂട്ടർ എന്നൊരു തെറ്റായ ധാരണയാണ്. പക്ഷേ ഇപ്പോൾ അവർ എണ്ണി ചോദിക്കുന്ന ചില ചോദ്യവും അതിന് കിട്ടുന്ന ഉത്തരവുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറിൽ കയറ്റുന്ന ചോദ്യവും ഉത്തരവാണ് എന്ന് വ്യക്തമാണ്. ഇതിനൊരു കാരണമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഒരു അധ്യാപകൻ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരമായിട്ട് VD സവർക്കറിൻ്റെ പേര് വെക്കുക വന്നത് നമുക്കറിയാം. അതിപ്പോൾ കോടതി കയറി ആ അധ്യാപകന് അനുകൂലമായിട്ട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ കൂടെ കമ്മികൾ ഗോൾ അടിക്കാൻ നോക്കിയായിരുന്നു. അതിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇക്കാലത്ത് 2026 ഈ കുട്ടികൾ ഇപ്പോൾ ഈ ChatGPTയും അതേപോലെ തന്നെ ജെമിനിയും ഗൂഗിളും എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സംശയമുള്ളവർക്ക് ചോദിക്കാം, ഉത്തരം കിട്ടും. അവിടെ അറിയാത്തവരെ അറിയിക്കുന്നു, പുതിയതായിട്ട് ഉള്ള ആളുകളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. അതിനൊപ്പം തന്നെ ആരാണ് പ്രതിക്കൂട്ടിലേക്ക് ആവുന്നതെന്ന് നോക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. ഒറ്റുകൊടുത്ത ചരിത്രം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണ്, മാപ്പ് പറഞ്ഞ ചരിത്രം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊന്നും നിഷേധിക്കാൻ അവർക്കാവില്ല. ആർക്ക് വേണമെങ്കിലും ഇത്തരം സംവിധാനങ്ങളിലൂടെ നോക്കിയാൽ അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ആളുകളോട് ഇത് ചോദിക്കുന്നു. അവരുടെ പ്രായത്തിലും അല്ലാത്തവരോടായിട്ടുള്ളവരോട് ചോദിക്കുന്നു. അവരിലേക്ക് ഈ ഉത്തരവും ചോദ്യവും എത്തിക്കുന്നു. പുതിയ അറിവ്, പുതിയത് അവരെ സംബന്ധിച്ച് പുതിയതാണ്. ഇത് ചരിത്ര സത്യമായിട്ട് അവിടെ കിടക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇവർ മറയ്ക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴിതാ കുട്ടികൾ തന്നെ പൊക്കിക്കൊണ്ട് വരുന്നു. ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു പോകും. സവർക്കർ എന്ന വ്യക്തി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. കുറേ കൊല്ലത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നാണ്. അദ്ദേഹം എങ്ങനെയാണ് ജയിലിൽ കയറിയതെന്ന് ചോദിക്കുമ്പോൾ ഇത് ബ്രിട്ടീഷുകാരൻ്റെ ചോര വീഴ്ത്തിയിട്ടാണ്. അതായത് നാസിക്കിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന AMD ജാക്സൺ എന്ന സായിപ്പ് കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന കുറ്റത്തിലാണ് ഈ VD സവർക്കറുടെ പേര്. അത് മാത്രമല്ല, അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സ്ഫോടക വസ്തുവൊക്കെ ശേഖരിക്കുകയും അവിടെ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം കുറ്റകൃത്യങ്ങളുടെ പഴി അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരൻ്റെ കണി നോക്കുമ്പം അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റവാളി എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെ അവർ പരിഗണിച്ചിരുന്നത്. ഒരിക്കലും പുറത്തു വിടാൻ പറ്റില്ല, പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആളാണ് എന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അത്രയും നീണ്ട കാലത്തെ തടവൊക്കെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങ് തീർത്തും അപമാനിക്കുന്ന രീതിയിൽ വേറെ പേരൊക്കെ ഇട്ട് വിളിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്നും ഇത് ആർക്കാണ് ദോഷം ചെയ്യുന്നതെന്നും ഇതുപോലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഒത്തുകിട്ടുമ്പോൾ ഒരു അവസരമല്ലേ നമുക്കിതിനിടയിലൂടെ ഗോളടിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചില കുലംകുത്തികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ കുട്ടികളുടെ ഈ അപാരമായിട്ടുള്ള പ്രകടനം.